ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പൊതിച്ചോറാട്ടോ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു നോൺ വെജ് പൊതിച്ചോറ് നമ്മൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിങ്ങനെ ഇലയിലേക്ക് ചോറിങ്ങനെ വിളമ്പി വെക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് ഇത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊതിച്ചോറിൽ അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ചമ്മന്തിയാണ്, നല്ല തേങ്ങാ ചമ്മന്തി അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്ത ഐറ്റമായിട്ട് നല്ല ചാള വറുത്തത് അങ്ങ് വെച്ച് കൊടുത്താലോ. അപ്പം അങ്ങനെ നല്ലൊരു 2 ചാള വറുത്തത് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. പൊതിച്ചോറ് ചാള വറുത്തതൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് തോരനായിട്ട് ക്യാബേജ് തോരൻ വെക്കുന്നുണ്ട്. അങ്ങനെ ക്യാബേജും കൂടി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് കക്ക റോസ്റ്റാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കക്ക റോസ്റ്റ് അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്, കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ വിളമ്പി വെക്കുന്നുണ്ട് കക്ക റോസ്റ്റ്. അതും കൂടി അങ്ങ് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ പൊതിച്ചോറിൽ എപ്പോഴും വെക്കാറുള്ള ഐറ്റം, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം എന്താണ്, അച്ചാറാട്ടോ. അപ്പോൾ ഞാൻ ഈ പൊതിച്ചോറിലേക്ക് വെച്ച് കൊടുക്കുന്നത് നാരങ്ങ അച്ചാറാണ്. ആ അച്ചാറും കൂടി നമുക്ക് ഒരു ഭാഗത്തേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അങ്ങനെ നാരങ്ങ അച്ചാർ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ തോരൻ്റെ അടുത്ത് തന്നെ വെക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ തോരനും അച്ചാറും കൂടി കൂടിയിട്ടൊരു എന്താ പറയുക, ഒരു അടിപൊളി ടേസ്റ്റാവും. അപ്പോൾ നമ്മളിങ്ങനെ അച്ചാറും അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട വറുത്തെടുക്കാം ഇതിലേക്ക് വെക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഈ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് പച്ചമുളകും അരിഞ്ഞിട്ടിട്ട് ഒരു മുട്ട വറുത്തെടുക്കുന്നുണ്ട്. നമുക്കത് മറിച്ചിട്ട് പിന്നെ തിരിച്ചിട്ട് ഇനി നമുക്കത് നമ്മുടെ പൊതിച്ചോറിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളിതേ പൊതിച്ചോറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ചാള വറുത്തതുണ്ട്, തേങ്ങാ ചമ്മന്തി ഉണ്ട്, കക്ക റോസ്റ്റ് ഉണ്ട്, ക്യാബേജ് തോരനുണ്ട്, അച്ചാറുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇതങ്ങ് അടച്ച് വെക്കാം കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നോൺ വെജ് പൊതിച്ചോറ് സെറ്റായിട്ടുണ്ട്. ഇതിനി അടച്ച് വെക്കുക, അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്കങ്ങ് തുറക്കാം, കഴിക്കാം. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് ഇതെങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് പൊതിഞ്ഞിട്ട് ടൈം ആകുമ്പോൾ തുറന്നങ്ങ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മടക്കിയെടുക്കുന്നുണ്ട്. പൊതി കിട്ടി അങ്ങനെ അങ്ങോട്ട് വെക്കാം. ഇനി അങ്ങനെ നമ്മളിതേ പൊതിച്ചോറ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് ഒന്നും കൂടി കെട്ടിപ്പൂട്ടി വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മളിത് ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി നമ്മുടെ പൊതിച്ചോറ് ഇതിങ്ങനെ അങ്ങ് വെക്കാൻ പോവാം കേട്ടോ. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ടൈം ആകുമ്പോൾ അങ്ങ് തുറക്കാം. അപ്പോൾ നമ്മുടെ ടൈം ആയിട്ടുണ്ട്, നമ്മളിത് തുറക്കാം കേട്ടോ നമ്മുടെ പൊതിച്ചോറ്. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് ഇങ്ങനെ അങ്ങ് തുറക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റംസൊക്കെ നല്ലോണം സെറ്റായി ആ ചോറുമായിട്ട് അങ്ങോട്ട് ലയിച്ചങ്ങ് ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടത്, എല്ലാം എടുത്തങ്ങ് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റല്ലേ നമ്മുടെ പൊതിച്ചോറിന്. പൊതിച്ചോറെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വേറെ ലെവൽ ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ ചാളയൊക്കെ വറുത്തതൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അച്ചാറും തോരനും ഒക്കെ എടുത്തങ്ങ് കൂട്ടിക്കുഴച്ചങ്ങ് കഴിക്കാം കേട്ടോ. കുറച്ച് മുട്ട അങ്ങനെ എടുത്തിട്ട് ആ ഉരുളയിലേക്ക് അങ്ങ് വെച്ച് അങ്ങനെ അങ്ങ് കഴിച്ച് നോക്കാം കേട്ടോ. കിടിലൻ ടേസ്റ്റാണ്. ഈ തോരൻ്റെയും അച്ചാറിൻ്റെയും ടേസ്റ്റ് ഒരുമിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. അതിങ്ങനെ നമ്മുടെ വാഴയിലയുടെ ഒരു ഫ്ലേവറും കൂടി അങ്ങോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കിടിലനായിട്ടൊരു ടേസ്റ്റാണ്, അടിപൊളിയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നമ്മുടെ പൊതിച്ചോറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്. ഇനി നമുക്ക് കക്ക റോസ്റ്റ് ചെയ്യുന്നത്, കക്ക റോസ്റ്റിൽ ഉണ്ടായിരുന്നൊരു പച്ചമുളകാണ്. അതും പിന്നെ കുറച്ച് കക്ക റോസ്റ്റും അങ്ങോട്ട് ഇടുന്നത്. ഈ പച്ചമുളക് ഇങ്ങനെ അങ്ങ് ആ ചോറിലേക്ക് അങ്ങ് ഞെരടിയിട്ട് അതങ്ങ്
കുഴച്ചങ്ങ് എടുക്കുക. എന്നിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. കിടിലൻ ടേസ്റ്റാണ്. ഇനി നമുക്ക് വീണ്ടും കുറച്ച് അച്ചാർ, ആ നാരങ്ങയുടെ ഒരു ചെറിയ കഷ്ണം അങ്ങ് എടുക്കുക. അത് ആ ചോറിലേക്ക് അങ്ങ് വയ്ക്കുക. ഇനി നമ്മുടെ ചാള വറുത്തതിൽ നിന്ന് കുറച്ചൊരു പീസ് എടുക്കുക, അതിലേക്ക് അങ്ങ് വയ്ക്കുക. അങ്ങനെ അങ്ങോട്ട് കഴിക്കുക കേട്ടോ. എന്താ പറയുക, സൂപ്പറല്ലേ? അങ്ങനെ നമ്മളിത് കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ കക്ക റോസ്റ്റ് അങ്ങ് എടുക്കാം. കക്ക റോസ്റ്റ് നല്ല കിടിലൻ ടേസ്റ്റാണ്. ഇനി നമുക്ക് ആ ചമ്മന്തിയും കൂടി അതിലേക്ക് അങ്ങ് വയ്ക്കാം, തേങ്ങാ ചമ്മന്തി. ഇനി അത് രണ്ടും കൂടി അങ്ങ് കുഴച്ചിട്ട് ഒരുരുള കഴിച്ച് നോക്കാം. നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. നമുക്ക് വീണ്ടും കുറച്ച് ചമ്മന്തി അങ്ങ് എടുക്കാം, കക്ക റോസ്റ്റ് എടുക്കാം. ഇനി നമ്മുടെ ചാളയിൽ നിന്ന് ഒരു പീസും കൂടി എടുക്കാം. അങ്ങനെ ഒരു ഉരുളങ്ങ് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എന്താ പറയുക, ചാളയുടെയും കക്കറച്ചിയുടെയും ഒക്കെ ഒരു ടേസ്റ്റ് വന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ ചമ്മന്തിയുടെയും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്, കിടിലനാണ്. നമുക്കിതേ മുട്ട വറുത്തത് കൂട്ടി ഒരു ഉരുളങ്ങ് കഴിക്കാം. അങ്ങനെ നമ്മുടെ ഇതേ പൊതിച്ചോറ് ഇവിടെ കാര്യമായിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇഷ്ടം തോന്നി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.